മന്ത്രകാതം അവിടെയിടും ഭദ്രകാതം ഇവിടെയിടും ഭദ്രകാതം അകമല 12 കാതം പുറമല 18 കാതം 16 മല കുടികൊള്ളുന്ന ഒരു ആദിപറമ്പന്മാരും നാഗഭരവന്മാരും ശ്രീകാളാകൂട പ്രഭുതം വാഴിയന്റെ ശ്രീ മഹാദേവൻ തിരുവടി മുൻപേ വാഴിയന്റെ ഇഞ്ചിത്തേരാൻ പെരുമല മഞ്ഞത്തേരാൻ പെരുമല ചിത്തൻ പെരുമല ചതുരൻ പെരുമല കത്തികൊത്താം മലയിലേക്കെല്ലും കളിയാടന്മാരുടെ വീടും 7 മനച്ചെട്ടുകളും 72 കൂട്ടം മലവേടന്മാരും കയ്യുറപ്പുന്തര വിശ്വാസം കൽപ്പിച്ചു അന്ന് മാനും മാൻകാലും തേനും തെരുവുറ്റിയും വണ്ടും തുമ്പിയും മലപ്പെരുപ്പാപ്പും അയ്യനും ശസ്താവോടുകൂടി ശ്രീ മഹാദേവന്റെ മുമ്പിൽ കൈയെടുത്തു തലവിളി കേട്ടുപോലെ തലവിളി കേട്ടുമല്ലേ പോലെ തലവിളി കേട്ടാൽ കട ഉറപ്പിക്കണം എന്നല്ലോ അല്ലേ എല്ലോ നായാടുന്ന മോത്താരിക്കുന്ന ആ മുഹൂർത്തത്തിനകത്ത് ഒരു ദിക്കുന്ന മറ്റൊരു ദിക്കിന്റെ അകത്തേക്ക് തലവിളി കൊടുക്കുന്ന കാലത്ത് ഇവിടെ തയ്യാറായിട്ട് നിൽക്കുന്നതാണല്ലേ ഉണ്ടോ തൊണ്ടച്ച് അനുഭവിക്കാം അന്ന് മാനും മാൻകാലും തേനും തെരുകുറ്റിയും വണ്ടുതൂട്ടിയും മലപ്പെരുപ്പാമ്പും മയ്യനും ശബ്ദാവോടുകൂടി ശ്രീ മഹാദേവന്റെ മോടിയുടെ മുമ്പിൽ കൈയെടുക്കുന്ന കാലത്ത് അന്നേരത്തോ ഒരവസ്ഥ വിശേഷിച്ചു എന്റെ ശ്രീ മഹാദേവന്റെ മോടി എന്തിനാലേ പോന്നു വന്നു കുടമാൻ കുളിച്ചെടുക്ക അതോ എന്റെ ശ്രീ മഹാദേവന്റെ മോടി എനിക്ക് മുള്ളനെമ്പും മുളവില്ലും കന്നക്കത്തിയും കൈനേർച്ചൂട്ടും അഗ്നിമാലയാകുന്ന മന്ത്രവും വരപ്രസാദം വേണം മുകളിലാണെന്നേ ഉള്ളൂ അടിയിൽ ദ്വാരവും ആകുമ്പോഴാണ് ഉള്ളൂ നഷ്ടം വന്നു പോകുന്നില്ലേ കളയില്ലാത്ത ഭക്തി കളയില്ലാത്ത ധനം ചോർന്നു പോകാത്ത ഭക്തി കളയില്ലാതെ വളയണല്ലോ അല്ലേ ഒരു കാലം ചോർന്നു പോകുന്നതായിരിക്കുന്ന ഭാജനാണെങ്കിൽ അല്ലേ ചെറിയ ചോർച്ചയാണെങ്കിലും പുതിയ ഭാജന ചെറിയതാണെങ്കിലും ഇപ്പം ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് അതിലും ചെറുതാണെങ്കിലോ അല്പനേരത്തേക്ക് ഉണ്ടാവില്ലോ അല്ലേ പറ്റി വരണ്ട് പോകും എല്ലാവരും വരില്ലേ അന്ന് മാനും മാൻകാലും തേനും തേൻകുറ്റിയോട് കൂടിയിട്ട് അത് കൈയെടുത്തല്ലേ ആ പ്രകാരം കാട്ടിനകത്തൂടെ കൈയെടുക്കുന്ന കാലത്ത് വലിയൊരു മരത്തിന് പെരുമരം അല്ലേ പിന്നെ തേൻ കൂടി അണയുന്ന കാലത്ത് ആ തേനെടുത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ടല്ലേ അത് തേനിന്റെ കുറ്റിക്ക് തൊണ്ടത്തിന്റെ ഇതിനകത്ത് വെച്ചിട്ടുണ്ടോ ഉണ്ട് അതിന്റെ രുചി ഒരു ഭേദം ഉണ്ടാവില്ലേ രുചിഭേദം കൂടി ഒന്ന് അറിഞ്ഞു നോക്കട്ടെ പൊട്ടാത്തിന്റെ കട്ടി തന്നെ ഉള്ളത് കടുപ്പം കൊടുക്കാനും ഇത് പൂവിന്റെ മധുവാണ് അല്ലേ നേരത്തെ അനുഭവിച്ചതോ പൂവിന്റെ മധു തന്നെ മറ്റേത് ഏത് മധുവാണ് തെങ്ങിന്റെ പൂക്കുലയിന്റെ മധുവാണല്ലേ ഇതോ തെങ്ങിന്റെ പൂവിന്റെ മധുവല്ല അല്ലെ മറ്റുള്ള പുഷ്പത്തിന്റെ എല്ലാം മധു ആരാ ശേഖരിച്ചത് ഈ മധു ഇത് മൃഗങ്ങൾ ശേഖരിച്ചതാണ് അല്ലേ മറ്റേ മധു ആരാ ശേഖരിച്ചത് അല്ലേ ആര് എന്റെ ഗ്രാവന്മാര് അല്ലേ എട്ടില്ലം തരുമനമാര് തെങ്ങിന്റെ മുകളേറി അല്ലേ മട്ടല് പിടിച്ച് ചുണ്ട് മുറിച്ച് അടിയല്ലി മേടി തുളിയോല കെട്ടി പാനി കടിച്ച് മുത്തുള്ളിയായിട്ട് പൊഴിയുന്ന സമയത്ത് ഓരോ തുള്ളി ശേഖരിച്ച് വെച്ചിരിക്കുന്ന ആര് ശേഖരിച്ചത് എന്റെ ഗ്രാമന്മാർ എട്ടില്ലങ്കരമാര് ശേഖരിച്ചിരിക്കുന്നു ഇതാരാ ശേഖരിച്ചിരിക്കുന്നത് ഇത് മൃഗങ്ങൾ ശേഖരിച്ചിരിക്കുന്ന വസ്തു അല്ലേ അത് രണ്ടിന്റെ മധുരം പൂവിന് തരുന്നതാണെങ്കിലും തെങ്ങിന്റെ പൂ പോലെയല്ല മറ്റുള്ള പൂവല്ലേ അങ്ങനെയുള്ള നേരവും നിഷേധിക്കാം ഇത് മത്തമില്ലാന്നുണ്ടാവും ഭാരത്തിൽ മുന്നം പൂർവികന്മാരെ ആചരിച്ചു പോകുന്ന കാലം ഇപ്രകാരം എല്ലാവരും ആചരിക്കുന്നില്ല
കന്നീരാശധാരമായിക്കൊണ്ട് രണ്ട് മധുവും എനിക്ക് കൊണ്ടുവന്ന് വെച്ചു അല്ലേ എൻ്റെതായിരിക്കുന്ന കരിങ്കലശവും അതിലുപരിയായിക്കൊണ്ട് കൊണ്ടക്കൂടി നെരിപ്പും പാനും ചൂട്ടും കളി അണഞ്ഞു കാണുന്നത് എതിരെപ്പോട്ടെ അത് ഇപ്പോഴെൻ്റെ ഒറ്റയായിരിക്കുന്ന അമൃതമേ വായിക്കൂ ഏവരും ഇത് കാലത്തോട് കാലം തികഞ്ഞു ഇരുന്നായിരിക്കുന്ന ഭോജനം ഏവർക്കും മുഖം കൊടുത്ത് കഴിഞ്ഞ കാലത്ത് ദുഃഖത്തെ നീക്കി മേൽവരേണ്ടതായിരിക്കുന്ന സന്തോഷം മുഹൂർത്തം തന്നെയാണ്